ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നേരമൊക്കെ വെളുത്ത് വരുന്നതേ ഉള്ളേ. ഞാൻ ഇന്നിത്തിരി താമസിച്ച് പോയി എണീക്കാനായിട്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ് സാമ്രാജ്യം. തലേന്ന് രാത്രി കഴുകി പാത്രങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് അടുപ്പിൽ തീ കത്തിക്കാൻ പോവുകയാണ്. അടുപ്പിൽ വിറകൊക്കെ എടുത്ത് വെച്ചിട്ട് തീ കത്തിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ കുടിക്കാനുള്ള വെള്ളമാണ് വെക്കുന്നത്. അപ്പോൾ വെള്ളം ഇരുന്ന് അവിടെ തിളയ്ക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ചായ ഇടാം. കട്ടൻ ചായയാണ് ഇടുന്നത്. ചായക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം മാവിൽ ഇച്ചിരി ഉപ്പൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോഴേക്കും ചായ തിളച്ചിട്ടുണ്ട്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ടക്കറിയുമാണ്. അപ്പോൾ കിച്ചൂസിനും മുട്ടക്കറിക്കുമുള്ള മുട്ട പുഴുങ്ങാനായി വെച്ച ശേഷം 4 പേർക്കുമുള്ള ചായ പകർത്തി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും അടുപ്പത്ത് വെച്ചിട്ടുള്ള കുടിക്കാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളത്തെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് പകർത്തി എടുക്കുന്നുണ്ട്. എന്നിട്ട് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് അരി അളന്നെടുക്കുന്നുണ്ട്. ഇന്ന് ചീവക്കിഴങ്ങ് മെഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചീവക്കിഴങ്ങ് നന്നായി അരിഞ്ഞ് വൃത്തിയായി കഴുകിയെടുത്ത് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കുറച്ച് വെള്ളവും ചേർത്ത് വേവിക്കാനായി അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. അപ്പോഴേക്കും ചോറ് വെക്കാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നേ. അതിലേക്ക് അരി കഴുകിയിടുന്നുണ്ട്. അപ്പം നമ്മുടെ ചീവക്കിഴങ്ങ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിനെ ഒരു പാത്രത്തിലേക്ക് തോർത്താൻ വെച്ചിട്ട് ഒരു ചീനിച്ചട്ടിയിലേക്ക് എണ്ണയൊഴിച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ട് അരിഞ്ഞു വെച്ച ഉള്ളി എടുത്ത് അതിനകത്ത് തട്ടിയിട്ട ശേഷം ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഇന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് മുളക് പൊടി തട്ടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം അതിലേക്ക് നമ്മുടെ ചീവക്കിഴങ്ങ് തട്ടിയിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്നുകൂടി ഇളക്കിയെടുത്തു. അപ്പോൾ നമ്മുടെ ചീവക്കിഴങ്ങ് മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തലേന്നത്തെ കുറച്ച് മീൻകറി ഇരുന്നത് ഞാനൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചീനിച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുകിട്ട് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് സവാളയും അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. അതുകൂടി ഒന്ന് ഇട്ട് വഴറ്റി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത്തിരി പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാളയൊന്ന് നന്നായി വഴണ്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. കുറച്ച് മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂട്ടത്തിൽ. അതിനുശേഷം ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് അതുകൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അത് എല്ലാം നന്നായി ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് തിളയ്ക്കാൻ വെക്കുന്നുണ്ട്. തിളച്ച ശേഷം അതിലേക്ക് മുട്ടകൾ പറക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. 2 മല്ലിയില കൂടി ഞാൻ മുട്ടക്കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ അപ്പത്തിനുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അപ്പച്ചട്ടിയിലേക്ക് അപ്പത്തിനുള്ള മാവ് ഒഴിച്ചൊന്ന് കറക്കി അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അപ്പങ്ങൾ ഓരോന്നായി ചുട്ടെടുക്കുകയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി അപ്പമാണ് ഇവിടെ തയ്യാറായിരിക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ. താങ്ക് യു.